ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല രുചികരമായിട്ടുള്ള ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടി ഏകദേശം 1 കിലോയോളം കപ്പ എടുത്ത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത് കപ്പയുടെ മുകളിലായതുകൊണ്ട് ഇത് എല്ലായിടത്തും മിക്സ് ആവാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കപ്പ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനുണ്ട്. അരമുറി തേങ്ങയുടെ പകുതിയോളം തേങ്ങ ചിരകിയെടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. 2 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്ന ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകല്, ചമ്മന്തിയുടെയൊക്കെ പരുവത്തിൽ അരച്ചാൽ മതി. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി താളിച്ചെടുക്കണം. ഇനി നമുക്ക് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക. ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ അരപ്പിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഏകദേശം 2 മിനിറ്റോളം നമുക്ക് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ കിടക്കുന്ന അരപ്പ് വളരെ പതിയെ നമ്മൾ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കണം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.